ഞാനിപ്പോൾ ഒരു വിമാന യാത്രയിലാണ്. ഈ വിമാനത്തിൽ കയറിയിരുന്നിട്ട് അല്പസമയം കഴിഞ്ഞു. ഇപ്പോഴും ഇത് ചെറുതായിട്ട് അനങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആദ്യമായി വിമാനത്തിൽ കയറുന്ന ഒരാൾ ഈ വിമാനത്തിൻ്റെ ജനാലയിലൂടെ വെളിയിലോട്ട് നോക്കുമ്പോൾ വലിയ വേഗത്തിൽ ഹൈവേയിലൂടെ കാറുകൾ പോകുന്നത് കാണാൻ കഴിയും. ഈ വിമാനത്തിലിരിക്കുന്ന ആദ്യമായി വിമാനയാത്ര ചെയ്യുന്ന ആൾക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചിന്തയുണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയൊരു തുക കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സീറ്റ് കിട്ടി, സീറ്റ് ബെൽറ്റ് വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊരു അസ്വസ്ഥതയാണ്, ഒരു മുന്നേറ്റവുമില്ലല്ലോ, എപ്പോഴാണ് ഒന്ന് പോകുന്നത്? ഈ കാറുകൾ പോകുന്ന വേഗത കണ്ടില്ലേ, എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ലല്ലോ എന്ന വലിയ ചിന്ത. ഒരു കാര്യം മനസ്സിലാക്കണം, ആ വേഗത്തിൽ പോകുന്ന കാറ് പരമാവധി 240 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ പോവുകയില്ല. ഇനി അത് എത്ര ദൂരം പോകാനാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന വിമാനം ഏതാണ്ട് 900 കിലോമീറ്റർ സ്പീഡിൽ 40,000 അടി ഉയരത്തിൽ പോകുവാൻ വേണ്ടിയാണ്. റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത വേഗത്തിലും ഉയരത്തിലും ദൂരത്തും പോകുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരല്പം വൈകി എന്ന് കരുതി ഭാരപ്പെടേണ്ട. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. ഒരല്പം താമസിച്ചു എന്ന് കരുതി ദുഃഖിക്കേണ്ട. ഒരു വലിയ യാത്ര, വലിയ ദൂരം സഞ്ചരിക്കുവാൻ നിങ്ങൾക്കുണ്ട്. കാത്തിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു.